കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വന്നൊരു വാർത്ത, ബംഗ്ലാദേശിൽ ഒരു വിമാനാപകടം ഉണ്ടായിരിക്കുന്നു. ചൈന കൊടുത്ത ചൈനീസ് നിർമ്മിതമായിട്ടുള്ള ജെറ്റ് വിമാനം തകർന്നു വീണ് 19 പേർ മരിച്ചിരിക്കുകയാണ്. 164 പേർക്കാണ് പരിക്കേറ്റത്. ഈ ജെറ്റ് വിമാനം തകർന്നു വീണത് ഒരു സ്കൂളിൻ്റെ മുകളിൽ കൂടെയാണ് എന്നുള്ളതാണ് അതിദാരുണമായിട്ടുള്ളൊരു സംഭവം. എന്തായാലും മ്യാൻമറിലും ഇതേ തുടർന്ന് ഒരു ചൈനീസ് വിമാനം തകർന്നു വീണിരിക്കുന്നു എന്നുള്ളത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ മരിച്ചവരിൽ ഭൂരിഭാഗവും സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു. അപകട സ്ഥലത്ത് സൈന്യത്തിൻ്റെ 3 പ്ലാറ്റൂണുകൾ വിന്യസിക്കപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ചൈനീസ് വിമാനങ്ങൾ തകർന്നു വീഴുന്നത് ഇതാദ്യത്തെ സംഭവമല്ല. നേരത്തെ പാകിസ്ഥാനിലെ ലാഹോറിൽ ഒരു വിമാനം തകർന്നു വീഴുന്നു. ചൈന ഏറെക്കാലം ഉപയോഗിച്ച് അവർക്ക് കൊടുത്തൊരു വിമാനമാണെന്നാണ് പറയുന്നത്. ഇത് പക്ഷേ പുതിയ വിമാനമാണെന്ന് കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിമാനം തകർന്നു വീണത് എങ്ങനെയാണ് എന്ന് പഠിക്കാൻ ഇപ്പോൾ നിലവിൽ ബംഗ്ലാദേശ് തയ്യാറായിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ലോക രാജ്യങ്ങളെല്ലാം തന്നെ ആരൊക്കെ ചൈനയുടെ കയ്യിൽ നിന്നും വിമാനങ്ങൾ മേടിച്ചിട്ടുണ്ടോ ആ വിമാനങ്ങളെല്ലാം തന്നെ പുനഃപരിശോധിക്കാനും അത് തിരിച്ച് ചൈനയിലേക്ക് തന്നെ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് വിമാനങ്ങൾ ഇനി ചൈനയുടെ കയ്യിൽ നിന്ന് മേടിക്കേണ്ടതില്ല എന്ന് ലോക രാജ്യങ്ങൾ സമ്പൂർണ്ണമായി തീരുമാനിക്കുന്ന ഒരു സാഹചര്യം. പ്രധാനമായും ചൈനയുടെ കയ്യിൽ നിന്ന് വൻകിട രാജ്യങ്ങളൊന്നും തന്നെ വിമാനം മേടിച്ചിട്ടില്ല. ഈ ചെറിയ തുക്കട രാജ്യങ്ങളായിട്ടുള്ള ബംഗ്ലാദേശ്, മ്യാൻമർ അങ്ങനെയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങൾ, പാകിസ്ഥാനെ പോലെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത രാജ്യങ്ങളാണ് ഈ വിമാനങ്ങൾ മേടിച്ചത്. ആ രാജ്യങ്ങൾക്ക് പോലും ആ വിമാനങ്ങൾ ഇനി വേണ്ട എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ചൈനയിലേക്ക് തന്നെ ഇതിനെ തിരിച്ചു കൊടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പല രാജ്യങ്ങളും നടത്തുന്നത്. കാരണം വിമാനമല്ല, ജീവനാണ് വലുത് എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് വ്യോമസേനയുടെ പരിശീലന വിമാനം ധാക്കയിൽ നിന്ന് പറന്നുയർന്ന് മിനിറ്റുകൾക്ക് ശേഷം ഒരു സ്കൂളിലേക്ക് ഇടിച്ചു കയറി 19 പേർ കൊല്ലപ്പെട്ടു, 164 പേർക്ക് പരിക്കേറ്റു. ചൈനീസ് നിർമ്മിത പരിശീലന യുദ്ധവിമാനം ധാക്കയുടെ വടക്ക് ദിയാബാരിയിലെ മെൽസ്റ്റോൺ സ്കൂളിലും കോളേജിലും ഇടിച്ചു കയറി. പൈലറ്റും ഫ്ലൈറ്റ് ലഫ്റ്റനന്റുമായിട്ടുള്ള മുഹമ്മദ് തൗബീർ ഇസ്ലാം ഈ അപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് നിന്ന് വിമാനം മാറ്റി നിർത്താൻ പൈലറ്റ് എല്ലാ ശ്രമങ്ങളും നടത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾക്കിടയിൽ വിമാനം 2 നിലകളുള്ള സ്കൂളിലേക്കാണ് ഇടിച്ചു കയറിയത്. വിമാനം തകർന്നു വീണ സമയത്ത് സ്കൂളിലും കോളേജിലും ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപകടത്തിന് ശേഷമുള്ള സംഭവ സ്ഥലത്ത് നിന്ന് കറുത്ത പുക ഉയരുന്നത് ടെലിവിഷൻ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണിച്ചതുമാണ്. എന്തായാലും ഈ അപകടം വലിയ രീതിയിൽ ബംഗ്ലാദേശിൻ്റെ ഈ അപകടം വലിയ രീതിയിൽ ലോകരാജ്യങ്ങളിൽ ഈ ചൈനയിൽ നിന്ന് വിമാനം വാങ്ങിച്ച ചെറിയ ചെറിയ രാജ്യങ്ങളുടെ കണ്ണ് തുറപ്പിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ചൈനയുടെ ആദ്യം തന്നെ പ്രതിരോധ മേഖല ഓപ്പറേഷൻ സിന്ദൂറിൽ ഇടിഞ്ഞു. ഇപ്പോൾ ചൈനയുടെ ഈ വിപണി, അതായത് ഈ വിമാനവും ഈ പഴയ കാര്യങ്ങളും കയറ്റി കൊടുക്കുന്ന ഒരു വിപണിയുണ്ട് ചൈനയ്ക്ക്. അതും കൂടെ സമ്പൂർണ്ണമായി തകർച്ചയുടെ വക്കിലേക്ക് എത്താനാണ് പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.